ഹായ് ഓൾ, വെൽക്കം ടു റീലേൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 2 ന്യൂ നമ്പേഴ്സ് 9ാം ക്ലാസ്സിലെ അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പേജ് നമ്പർ 29ലും 30ലുമായിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 meters and one of the other side is half meter, 1/2 meter. Calculate the perimeter up to a centimeter. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 1.5 ആണ്. അതുപോലെ വേറൊരു സൈഡ് ഹാഫാണ്. പെരിമീറ്റർ കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ടായിരിക്കും? 3 സൈഡാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ 2 സൈഡിനെ പറ്റിയിട്ട് അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഏറ്റവും വലിയ സൈഡ് അല്ലേ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിവിടെ 1.5 ആണ്, 1.5 മീറ്റർ ആണ്. ഇനി മറ്റ് സൈഡിൽ ഏതോ 1.5 മീറ്റർ ആണ്. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ ഇത് ബേസാണ്, ആ ബേസ് ഹാഫ് മീറ്റർ ആണെന്ന് വെറുതെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് അറിയണ്ടേ? അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം, സിമ്പിൾ. പക്ഷേ നമ്മളോട് ഇവിടെ പറയുന്നത് പെരിമീറ്റർ അപ് ടു എ സെൻറ്റിമീറ്റർ വരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. തന്നിരിക്കുന്ന അളവ് മീറ്ററിലാണ് രണ്ടും, എന്നിട്ട് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കണം. അതെന്താ പരിപാടി? നമുക്ക് നോക്കാം. ആദ്യം എന്തായാലും തേർഡ് സൈഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പൈതഗോറസ് തിയറം. അപ്പോൾ പൈതഗോറസ് തിയറം എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളിവിടെ ഈ സൈഡിനെ നമ്മൾ ബേസ് ആണെന്ന് വിചാരിക്കാം. ഇയാളാരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളാരാണ്? ഓൾട്ടിറ്റ്യൂഡാണ്. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കിട്ടും. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പേര് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നേരിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ? ACൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? BC ആണ്. ഞാൻ തൽക്കാലം BC എന്നൊന്നും കൊടുക്കുന്നില്ല, നേരിട്ട് വാല്യൂ കൊണ്ട് എഴുതാൻ പോവുകയാണ്. 1.5 മീറ്റർ അല്ലേ? അപ്പോൾ 1.5 സ്ക്വയർ മൈനസ് അര സ്ക്വയർ, 1.5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. അപ്പോൾ ഇനി ഇത് 2 രീതി ചെയ്യാം. ഒന്നാമത്തെ രീതി, നിങ്ങൾക്ക് ഈ 1.5 വേണമെങ്കിൽ 3/2 എന്നായിട്ട് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് മൈനസ് 1/2 സ്ക്വയർ ചെയ്യാം. ഫ്രാക്ഷൻ്റെ സ്ക്വയർ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് മൈനസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി ഇങ്ങനെയാണ് പറയുന്നത്: എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ഇത് യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, ഞാൻ തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നു. നോക്കിക്കോ, എക്സ് സ്ക്വയറിന് വൈ സ്ക്വയർ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആദ്യം ആ രണ്ടാളെയും കൂട്ടുക, ഗുണിക്കണം, ആ രണ്ടാളെയും കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിന് വരെ ആരാ? 1.5 സ്ക്വയർ. വൈ സ്ക്വയറിന് വരോ? അര സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ആരാ? 1.5. വൈ ആരാ? അര. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോട്ടെ. എന്താ എഴുതാൻ പറ്റുക? 1.5യും അരയും കൂട്ടണം. 1.5 പ്ലസ് അര. മലയാളത്തിൽ പറയാം, അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് എളുപ്പം. ഇൻറ്റു 1.5 അര കുറയ്ക്കണം. 1.5 മൈനസ് അര. മക്കളെ, 1.5നോട് അര കൂട്ടിയാൽ എത്ര കിട്ടുക? 2 കിട്ടുക. അപ്പോൾ 2 ഇൻറ്റു 1.5നോട് അര കുറച്ചാൽ, 1.5യിൽ നിന്നും അര കുറച്ചാൽ എത്ര കിട്ടുക? 1 കിട്ടുക. 2 ഇൻറ്റു 1 കിട്ടി. 2 ഇൻറ്റു 1 എത്രയാണ്? 2. ഇപ്പോൾ കിട്ടിയത് ആരാ? നോക്കിക്കോ, AC സ്ക്വയർ ആല കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചു, AC സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. നമുക്ക് വേണ്ട AC സ്ക്വയർ ആണോ? അല്ല, നമുക്ക് വേണ്ടത് ACനെയാണ്. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ AC സ്ക്വയർ 2 ആണെങ്കിൽ AC എന്ന് പറയുന്ന ആളെന്തായിരിക്കും? √2 ആയിരിക്കും. √2 അല്ലേ? AC കിട്ടി, √2. എടാ ഇവിടേക്ക് നോക്ക്, ഫിഗറിലേക്ക്. ഇവിടെ ഞാൻ മൂന്നാമത്തെ സൈഡിനങ്ങോട്ട് എഴുതി വെച്ചു, √2 മീറ്ററാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കളി കിടക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ടു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അപ് ടു സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്ന അളവ് മീറ്ററിലായിരിക്കും. നമ്മൾ ഇവിടെ √2 √3 എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരുടെ വാല്യൂ കൊടുക്കുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് വരെ കൃത്യമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 1.41 √2ൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള പരിപാടി നോക്കാം. എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? ഈ 3 സൈഡ് കൂട്ടുക അല്ലേ? ഈ 3 സൈഡ് കണ്ട് കൂട്ടിയാൽ മതി. നോക്കിക്കോ, 1.5 അര √2 അല്ലേ? ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. പെരിമീറ്റർ 1.5 പ്ലസ് ഹാഫ് പ്ലസ്
√2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറഞ്ഞു പോകാം. 1/2 അരയും അല്ലാതെ ഫ്രാക്ഷനൊക്കെ ആക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവും. 1/2 അരയും കൂട്ടിയാൽ എത്രയാണ്? 2 അപ്പോൾ 2 പ്ലസ് √2 എന്നുള്ളത്. √2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 അല്ലേ? 1.41 എന്ന് കൊടുത്താൽ മതി. കാരണം എന്താ, നമുക്ക് സെൻറ്റിമീറ്റർ വരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി 3-4 ഡിജിറ്റ് നിങ്ങൾ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റിലേക്ക് ചുരുക്കി എഴുതിയാൽ മതി. എടാ 2ഉം 1.41 കൂട്ടിയാൽ എത്ര കിട്ടുക? 3.41 എന്ന് കിട്ടും. അപ്പോൾ 3.41 മീറ്റർ ആണ് നമ്മുടെ ആൻസർ അല്ലേ? പക്ഷേ എന്തുണ്ട്, സെൻറ്റിമീറ്റർ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, 3 മീറ്ററും 41 സെൻറ്റിമീറ്ററും അതാണ് ആൻസർ. അല്ലെങ്കിൽ 3 മീറ്റർ ആൻഡ് 41 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾസ് എലോങ് ദ ലൈൻ ത്രൂ ദ മിഡിൽ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ചിത്രത്തിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ കാണുന്ന വലിയ ചങ്ങായില്ലേ, ഓനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. എന്താ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ട്രയാങ്കിളിന് 3 സൈഡാണ് ഉണ്ടാവുക. ഈ 3 സൈഡും 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ 2 മീറ്റർ എന്ന് പറയുന്നുണ്ട്, ഇവിടെയും 2 മീറ്റർ എന്ന് പറയുന്നുണ്ട്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ താഴെ കാണുന്ന ആളും എന്തായിരിക്കും? 2 മീറ്റർ തന്നെയായിരിക്കും, 2 മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ലൈൻ നോക്കിക്കേ. കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾ എലോങ് ദ മിഡിൽ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിനെ നടുക്ക് കൂടെ 2 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, എലോങ് ത്രൂ ദ മിഡിൽ എന്നാണ് പറയുന്നത്, നടുക്ക് കൂടെ, സെൻറ്റർ കൂടെയാണ്. അപ്പോൾ നോക്കിക്കോ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നടുവിലൂടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞ് 2 ട്രയാങ്കിളാക്കി മാറ്റിയാലോ ഈ കാണുന്ന 2 മീറ്റർ എന്നുള്ളത് 1 മീറ്ററും 1 മീറ്ററുമായിട്ട് കട്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. ഇനി സബ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? അപ്പോൾ ഇതിൽ ഒന്നിൻ്റെ പെരിമീറ്റർ എത്രയാണ്? അപ്പം ഈ രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, ഒരുപോലുള്ള ട്രയാങ്കിളാണ്. ഈ കാണുന്ന ഒരുത്തൻ്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 3 സൈഡ് കൂട്ടണം. ഈ സൈഡ് തന്നിട്ടുണ്ട് 2 മീറ്റർ, ഈ സൈഡ് 1 മീറ്റർ ആണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി ഈ സൈഡ് അറിയില്ല, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും ഐസോസിലസ് ട്രയാങ്കിളിൻ്റെയും സെൻറ്ററിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കും. അപ്പം കാര്യം പിടി കിട്ടിയോ? നേരത്തെ ക്വസ്റ്റിൻ്റെ അതേപോലെ ഈ സൈഡ് ഹൈപ്പോട്ടനസ് അറിയാം, ബേസ് അറിയാം, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം, എന്നിട്ട് സെക്കൻഡ് സബ് ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കിക്കോ, അതിലൊരു ഫിഗർ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ആ ഫിഗർ എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഫിഗറിൽ താഴത്തെ ആൾ 1 മീറ്ററാണ്, ഈ ഹൈപ്പോട്ടനസ് 2 മീറ്ററാണ്. ഇവനെ നമുക്കറിയില്ല. ജസ്റ്റ് ട്രയാങ്കിളിനൊരു പേര് കൊടുത്തു, ABC. പറഞ്ഞേ, BC സ്ക്വയർ. BC എന്ന് പറഞ്ഞാൽ ആരാ? ഓൾട്ടിറ്റ്യൂഡ് ആണല്ലേ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. എടാ ഇവിടെ ഞാൻ നേരത്തെ പോലെ ഐഡൻറ്റിറ്റി ഒന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിൾ നമ്പേഴ്സ് അല്ലേ, 2ഉം 1ഉം ഒക്കെ. ഇപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 1 സ്ക്വയർ 1 ആണ്. നമുക്ക് കിട്ടും 4 മൈനസ് 1 3 എന്ന് കിട്ടും. BCൻ്റെ സ്ക്വയർ. ആരെ സ്ക്വയർ? BCൻ്റെ സ്ക്വയർ. കഴിഞ്ഞില്ല. BC എത്ര കിട്ടും? √3. BCൻ്റെ വാല്യൂ കിട്ടി √3, ഇവനെ കിട്ടി √3. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു മുമ്പേ ഇത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നോക്കിക്കോ, പെരിമീറ്റർ 3 സൈഡ് പിടിച്ച് കൂട്ടിക്കോ. ഒന്നാമത്തെ സൈഡ് 2, 1, √3. 2 പ്ലസ് 1 പ്ലസ് √3. ഇവിടെ 2 1 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 3 ആണല്ലേ. അപ്പം 3 പ്ലസ് √3 മീറ്റർ എന്ന് കിട്ടും. മീറ്റർ തന്നെയല്ലേ? യെസ്, മീറ്റർ തന്നെയാണ്, അളവ് എന്ന് മീറ്ററിൽ തന്നെയാണ്. അപ്പോൾ 3 പ്ലസ് √3 എന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്കിവിടെ 3 പ്ലസ് 1.73 എന്നൊക്കെ കൊടുക്കാം, 732 എന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്നോ കറക്റ്റ് ടു മില്ലിമീറ്റർ എന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ ഏറ്റവും സേഫസ്റ്റ് പരിപാടി ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തിയാൽ നമുക്ക് മാർക്കായി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വായിച്ചു നോക്ക്. ഹൗ മച്ച് ഇറ്റ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ? വലിയ ട്രയാങ്കിൾ ആരാ? വലിയ ട്രയാങ്കിൾ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഈ കാണുന്ന ട്രയാങ്കിൾ, അതിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കുറവാണ്, എത്ര ലെസ്സാണെന്നല്ലേ പറഞ്ഞാൽ. മക്കളെ നിങ്ങളോട് ചോദിക്കുകയാണ്, 5 എത്ര ലെസ്സാണ് 4 എന്ന് ചോദിച്ചു. 5 എത്ര കുറവാണ് 4? നമ്മൾ എന്താ ചെയ്യുക? 5 4 കുറയ്ക്കും, 1 എഴുതി വെക്കും. 10 എത്ര കുറവാണ് 6, അല്ലെങ്കിൽ 10
ഹൗ മച്ച് ലെസ് 6 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10ന്ന് 6 കുറയ്ക്കും, എത്ര എഴുതി വെക്കും? 4 എഴുതി വെക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഹൗ മച്ച് ലെസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരെ ഡിഫറൻസ് നോക്കിക്കോ? പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നോക്കിക്കോ, സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഞാൻ എഴുതി 6 മീറ്റർ. എങ്ങനെ കിട്ടി നോക്കിക്കേ, ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. ചിത്രത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇവൻ 2 ആണ്, ഇവനും 2 ആണ്, താഴെയുള്ളവനും 2 ആണ്. രണ്ടും കൂട്ടിയാൽ 6 കിട്ടുള്ളൂ. 6 ആണ് ആൻസർ അല്ലേ? ഇനി ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചെടുക്കാം. ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സ്. പെരിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് നോക്കാം. 6 നമ്മൾ ചെറിയ ട്രയാങ്കിളുടെ പെരിമീറ്ററായ 3 + √3 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്ത് നിർബന്ധമായിട്ട് ഇടണം? ബ്രാക്കറ്റ് ഇടണം. ഇനി നോക്കിക്കോ, 6 - 3 - √3 എന്നാണ് വരിക. അതെങ്ങനെ? ഈ മൈനസ് ആദ്യം ഇവൻ്റെ കൂടെ കയറും, -3 ആവും. വീണ്ടും മൈനസും പ്ലസും കൂടെ ഇവിടെ എന്താവും? മൈനസ് ആവും. അപ്പോൾ ഇവിടെ -√3 ആവും. 6ന്ന് 3 പോയാൽ എത്രയാണ് കിട്ടുക? 6ന്ന് 3 പോയാൽ 3 ആണ്. അപ്പോൾ 3 - √3. ശ്രദ്ധിക്കണേ, ഇത് 3 പിന്നെ ഒരു -√3, ഇവിടെ -√3. അപ്പോൾ 3 - √3 എന്നാണ് കിട്ടുക. ഇനി ഇവിടെ നമ്മളോട് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കണം എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം, ഇത്രയും മീറ്റർ എന്ന് എഴുതി വെക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 3 - 1.732 എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യാം? 3.000 - 1.732 സാധാരണ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കുക. അപ്പം 0ന്ന് 2 കുറയ്ക്കാൻ വയ്യില്ല, നമ്മൾ ഇവിടുന്ന് കടമെടുത്ത് വരേണ്ടി വരും അല്ലേ? ആദ്യം ഇത് 10 ആകും, പിന്നെ ഇത് 9 ആകും, ഇത് 10 ആവും, ഇത് 9 ആവും, ഇത് 10 ആവും, ഇത് 2 ആയിട്ട് മാറും. അപ്പോൾ 10 - 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8. 9 - 3 6. 9 - 7 2. 2 - 1 1.268 മീറ്റേഴ്സ്. വേണമെങ്കിൽ മാത്രം ഇങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ആൻസർ നിർത്തിയാലും എന്തില്ല, കുഴപ്പമില്ല. ഓക്കെ. ഇനി ഹൗ മച്ച് ലെസ് എന്ന് അവർ ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടിയിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കാം. എന്ത് എഴുതി വെക്കാം? ദ പെരിമീറ്റർ ഈസ് 1.268 മീറ്റേഴ്സ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ. അങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ മക്കളെ, മൂന്നാമത്തെ ചോദ്യം. സൈഡിൽ 2 ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കാം. ഓൾ ദ സൈഡ്സ് ആർ നോട്ട് ഗിവൺ, ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ. ഈ ചിത്രത്തിൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും തന്നില്ല, നമ്മളെങ്ങനെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ദാറ്റ്സ് ദ ഇൻട്രസ്റ്റിംഗ് സൈഡ് ഓഫ് ദിസ് പ്രോബ്ലം. ദ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് സൈഡ് അതാണെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. നോക്കിക്കേ, വി ഹാവ് സീൻ ഹൗ വി കൻ ഗോ ഓൺ ഡ്രോയിങ് ദ റൈറ്റ് ട്രയാങ്കിൾ ലൈക്ക് ദിസ്. പറയുന്നത് ഇത്രയേ ഉള്ളൂ. താഴെ കൊടുത്തിരിക്കുന്ന ആ ചിത്രമല്ലേ, ആ ചിത്രം വരച്ചത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അല്ലേ. ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾസ് ഇങ്ങനെ കൂട്ടി ചേർത്ത് വന്നിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ഇതാണ്, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ 10ാമതൊരു ട്രയാങ്കിൾ വരും. ആ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 1 ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു √2 ആണ്. തൊട്ടടുത്തതിൻ്റെ എത്ര വരും? √3 വരും. തൊട്ടടുത്തതിൻ്റെ √4, തൊട്ടടുത്തതിൻ്റെ √5 അല്ലേ. ഇങ്ങനെയാണ് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡുകളാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. സൈഡ്സ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. 1 √2 ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതി 1, 1, √2. ഇനി സൈഡ്സ് ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആരൊക്കെയാണെന്ന് നോക്കട്ടെ. നോക്കിക്കോ, 1 √2 √3, 1 √2 √3. ഇനി
തേർഡിൻ്റെ എന്തായിരിക്കും? തേർഡ് ട്രയാങ്കിളിൻ്റെ നോക്കിക്കേ, 1√3√4, 1√3√4. ഫോർത്തോ നോക്കിക്കേ, 1√4√5, 1√4√5. അപ്പോൾ നോക്കുക, ഒന്നാമത്തതാണെങ്കിൽ 1√2 അല്ലേ? ഇതിലെല്ലാത്തിലും എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഇനി ഫിഫ്ത്തിലും സിക്സ്ത്തിലും സെവൻത്തിലും ഒക്കെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിളാണ്. 10th ട്രയാങ്കിൾ നോക്കിക്കോ, അതിലും 1 ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു. ഇനി നോക്കുക, ഫസ്റ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ 1. ഞാൻ തൽക്കാലം ഈ 1നെ √1 എന്ന് വിളിച്ചോട്ടെ. കാരണം എന്താ? √1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. സെക്കൻഡ് ആണെങ്കിൽ √2, തേർഡ് ആണെങ്കിൽ √3, ഫോർത്ത് ആണെങ്കിൽ √4. അപ്പോൾ 10th ആണെങ്കിലോ √10. ഓക്കെ, ഇനി മൂന്നാമത്തെ സൈഡ് നോക്കിക്കോ. ആദ്യത്തേലാണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √2 ആണ്, ഇവിടെ √2 ആണെങ്കിൽ ഇവിടെ √3 ആണ്, ഇവിടെ √3 ആണെങ്കിൽ ഇവിടെ √4 ആണ്, ഇവിടെ √4 ആണെങ്കിൽ ഇവിടെ എന്താ? √5 ആണ്. അപ്പോൾ ഇവിടെ √10 ആണെങ്കിൽ തൊട്ടടുത്ത ആളാരായിരിക്കും? √11 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കോ. ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th? 9ാമത്തെ ട്രയാങ്കിളിനേക്കാൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. അപ്പം പെരിമീറ്റർ എത്ര കൂടുതലാണെന്ന് ചോദിച്ചാൽ രണ്ടാളെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. പെരിമീറ്റർ അറിയണമെങ്കിൽ എന്ത് വേണം? സൈഡ്സ് വേണം അല്ലേ? അപ്പോൾ 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് ഓഫ് 9th എന്ന് പറഞ്ഞേ, സൈഡ്സ് ഓഫ് 9th ട്രയാങ്കിൾ എന്താ വരികടാ? ആദ്യത്തെ ആൾ 1 തന്നെ, രണ്ടാമത്തെ ആൾ 9th ആയതുകൊണ്ട് √9, മൂന്നാമത്തെ ആൾ √10 വരും. അപ്പം 1√9 √10 കിട്ടും. ഇനി ഇവരുടെ പെരിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസ് ഇൻ പെരിമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കിക്കോ. വലുതെന്ന് ചെറുതാണ് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 10ാമത്തതും ചെറുതെന്ന് പറഞ്ഞാൽ 9ാമത്തതുമാണ്. അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ തന്നെ നോക്കിയോ, 1 + √10 + √11. അതെന്താണ് അങ്ങനെ വന്ന്? കാരണം പെരിമീറ്റർ കണ്ടുപിടിക്കുക 3 സൈഡും പാടെ കൂട്ടുകയല്ലേ, അപ്പോൾ കൂട്ടലാട്ടോ. ഇനി വേണമെങ്കിൽ ഇതിനൊരു ബ്രാക്കറ്റിലൊക്കെ നിർത്താം. മൈനസ് 9ാമത്തേതിൻ്റെയോ 1 + √9 + √10. ഈ 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററോടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കണം. പൊളിച്ചേ. ഇവിടെ 1 + √10 + √11 ഒരു മാറ്റമില്ല. മേലെ എന്താണോ അതേ ആൾ താഴെ. പക്ഷേ രണ്ടാമത്തെ എഴുതുമ്പോൾ ഈ മൈനസ് ഓരോരുത്തരുടെ കൂടെയും കൂടും അല്ലേ? അപ്പം 1 എന്നുള്ളിടത്ത് -1, പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഈ പ്ലസ്സും ഈ മൈനസും കൂടെ കൂടി ചേർന്ന് മൈനസ് ആവും, -√9, പിന്നെയും -√10. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചേ, എടാ ഇവിടെ 1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. 1 - 1 എന്തായിപ്പോയി? 0, ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ +√10 ഉണ്ട്, ഇവിടെ -√10 ഉണ്ട്. +√10ഉം -√10ഉം എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് +√11 ആണ്. അപ്പോൾ ഞാൻ എഴുതി √11 അല്ലേ? ഇനി ഇവിടെ -√9 ഉണ്ട്. ഈ √9 നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ആരാണ്? 3 ആണ്. അപ്പം -√11 -3 മീറ്റേഴ്സ് ഓർ സെൻറ്റിമീറ്റേഴ്സ്, മീറ്റർ ആണല്ലേ, മീറ്റർ എന്ന് ഇവിടെ എഴുതി വെക്കാം. √11 -3 മീറ്റർ. ഇവിടെ √11ൻ്റെ വാല്യൂ ഒന്നും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. പരീക്ഷയ്ക്ക് ചിലപ്പം വരുമ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ √11ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ്റെ അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ എഴുതി വെക്കും. √11 = 3 പോയിൻറ്റ് സംതിങ് ആണ് വരിക. ആ 3 പോയിൻറ്റ് സംതിങ് എന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. ഓക്കെ, ഇവിടെ തരാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത്രയും വെച്ചിട്ട് നമുക്ക് ആൻസർ നിർത്താം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിക്കോ. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് √3 സെൻറ്റിമീറ്റേഴ്സ്? ക്വസ്റ്റ്യൻ്റെ ബാക്കിയുണ്ട്, അവിടെ നിൽക്കട്ടെ. ആദ്യം ഇത്രയും പറഞ്ഞത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയുള്ള ക്വസ്റ്റ്യൻ പറയുന്ന
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് വെച്ചാൽ ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. ഒരാൾ √2 ആണ്, ഒരാളെന്താണ് √3 ആണ്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുന്നുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് √2 സെൻറ്റിമീറ്ററാണ്, അടുത്ത സൈഡ് √3 സെൻറ്റിമീറ്ററാണ്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ്. നിങ്ങൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എങ്ങാനും പഠിച്ചതാണ് പൈതഗോറസ് തിയറം അല്ലേ. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. ജസ്റ്റ് ഇവിടെ കൊടുക്കുക ബേസിൻ്റെ സ്ക്വയർ. ഇവിടെ ബേസായിട്ട് നിങ്ങൾ √2 എടുത്തോ. അങ്ങനെയാണെങ്കിൽ √2 സ്ക്വയർ ഒരു ബ്രാക്കറ്റ് ഇടണേ, പ്ലസ് ഓൾട്ടിറ്റ്യൂഡായിട്ട് √3 എടുത്തോ. അങ്ങനെയാണെങ്കിൽ √3 സ്ക്വയർ. മക്കളെ ഇത് പഠിപ്പിക്കുമ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഈ ഉള്ളിലുള്ള ആൾ 2. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഉള്ളിലുള്ള ആൾ 3. √4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉള്ളിലുള്ള ആൾ 4. √5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉള്ളിലുള്ള ആൾ 5 അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടുത്തെ √2ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 2. 2. √3ൻ്റെ സ്ക്വയറോ 3. 3. 2ഉം 3ഉം കൂട്ടിയാൽ 5 അല്ലേ. ഇപ്പോൾ കിട്ടിയതാരാ? ഹൈപ്പോട്ടന്യൂസ് ആണോ? അല്ല, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √5. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു √5 സെൻറ്റിമീറ്റർ. √5 സെൻറ്റിമീറ്റർ. ഇവിടെയും ഞാൻ സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി വായിച്ചു നോക്കാം. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ചോദിച്ചത്. നോക്കിക്കോ, ഹൗ മച്ച് മോർ ആരാണ് കൂടുതലായിട്ടുള്ളത് ചോദിച്ചത്? സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന് രണ്ടാളെയും പാടെ നമ്മൾ കൂട്ടി. ആ കൂട്ടിയ ആൾ ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? ഹൗ മച്ച് മോർ എന്നാണ് ചോദിച്ചത്. ഒന്നുകൂടെ, ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് √3യും √2വും നമ്മൾ കൂട്ടി. അത് ഹൈപ്പോട്ടന്യൂസ് ആയ √5നേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിക്കോ, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ അവരുടെ ഡിഫറൻസ് എടുക്കും അല്ലേ. അപ്പോൾ എഴുതുക ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് perpendicular sides and hypotenuse. ഹൈപ്പോട്ടന്യൂസും സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോ. പെർപെൻഡിക്കുലർ സൈഡ് ഒരുത്തൻ √2 ആണ്, ഒരുത്തൻ √3 ആണ്. ഈ രണ്ടാളെയും ഞാൻ കൂട്ടി, അപ്പോൾ സമ്മ് കിട്ടി. എന്നിട്ട് അതിന്ന് √5 എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് √5ൻ്റെ വാല്യൂ തരാത്തതുകൊണ്ട് ഇങ്ങനെ നിർത്തലാണ് പോസിബിൾ ആയിട്ടുള്ള പരിപാടി. പക്ഷേ ഇങ്ങനെ നിർത്തിയാൽ ഒരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? √5ൻ്റെ വാല്യൂ നമുക്കൊന്ന് കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. √2ൻ്റെ വാല്യൂ 1.414 എന്ന് കൊടുത്തു. √3ൻ്റെ വാല്യൂ 1.732 എന്ന് കൊടുത്തു. ഈ രണ്ടാളെയും കൂട്ടണം. എന്നിട്ട് അതിന് എന്ത് കുറയ്ക്കണം? √5ൻ്റെ വാല്യൂ 2.236 കുറയ്ക്കണം. ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 1.414 പ്ലസ് 1.732. 4ഉം 2ഉം കൂട്ടിയാൽ 6, 1ഉം 3ഉം കൂട്ടിയാൽ 4, 7ഉം 4ഉം കൂട്ടിയാൽ 11, ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. ഇവിടെ 1ഉം 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 3 എന്ന് കിട്ടും. 3.146 ആണ്. ഇനി 3.146 എന്ന് 2.236 മൈനസ് ചെയ്യണം. ഈ 2.236 എവിടെ നിന്ന് വന്ന്? √5ൻ്റെ വാല്യൂ കേട്ടോ മക്കളെ. 6 - 6 0, 4 - 3 1, 1 - 2 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒന്ന് കടെടുക്കും, ഇതിനെ 11 ആക്കിയിട്ട് മാറ്റും അല്ലേ. അപ്പോൾ ഇത് 2 ആയി. 11 2 പോയാൽ 9, 2 2 പോയാൽ 0. അപ്പം 0.910. നമുക്കറിയാം
ഈ √2 √3 വാല്യൂ ഒന്നും ഈ 1.414 നിൽക്കുന്നതല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു 3 കുത്താട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ പോയിരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും എഴുതി വെച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. സോ രണ്ടാമത്തെ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ആദ്യത്തെ പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാം. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ വീഡിയോ ആയ ഈ വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് തന്നെയാണ്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3 വീഡിയോസും ജസ്റ്റ് ഒന്ന് കാണാം. സോ താങ്ക് യു.